A+B² A² + 2AB + B² എന്ന് 10ാം ക്ലാസ്സിൽ ബൈഹാർട്ട് പഠിക്കാഞ്ഞിട്ട് 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ അത് ഇമ്പോസിഷൻ എഴുതുമ്പോൾ മാഷ ശപിച്ചുകൊണ്ടാണ് ഇമ്പോസിഷൻ എഴുതുക. കാരണം ഇതെന്തിനായി പഠിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ അത് ഒന്നിച്ച് A+B² എഴുതാനുള്ള പ്രയാസം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? എന്ന് കുത്തനെ 100 പ്രാവശ്യം താഴോട്ട്, എന്നിട്ട് പ്ലസ് ഇടും 100 പ്രാവശ്യം, വേഗം കഴിയല്ലോ. എന്നിട്ട് B എന്ന് എഴുതും. എന്നാലും ഒന്നിച്ച് എഴുതി പഠിക്കൂല, ഹോൾ² ആക്കാൻ വിടൂല. 38 വർഷത്തിന് ശേഷം ഇതിന്റെ അർത്ഥം എനിക്ക് കഴിഞ്ഞ വർഷം മനസ്സിലായി. ഇതിന്റെ അർത്ഥം, ഞാൻ പഠിച്ച സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേ ക്ലാസ്സിൽ ഇരുത്തൂല. പെൺകുട്ടികൾക്ക് വേറെ തന്നെ ബിൽഡിങ്ങാ, ആൺകുട്ടികൾക്ക് വേറെ തന്നെ ബിൽഡിങ്ങാ. അവരൊരുമിച്ചിരുന്നാൽ പെൺകുട്ടികളല്ല അപ്പം ഗർഭിണിയായി പോകുന്നതാണ് അച്ഛൻ്റെ വിചാരം. അടുത്ത മാനേജറെ അയാൾക്ക് ഇതിനെ പറ്റി അറിയില്ല. അതുകൊണ്ട് പെൺകുട്ടികളെ ഭാഗത്ത് നോക്കി അടി കിട്ടും ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ എയും അവർ ബി ആയിട്ട് വേർതിരിഞ്ഞു. ഒരിക്കലും ഹോൾ² ആക്കാൻ വിട്ടില്ല. 38 വർഷത്തിന് ശേഷം ഞങ്ങൾ 241 കുട്ടികൾ, എൻ്റെ കൂടെ SLC എഴുതിയ കുട്ടികളിൽ ഒരാൾ കണ്ടുകിട്ടിയില്ല. 240 ആളെ കണ്ടുപിടിച്ചു. അതിൽ 8 ആൾ മരിച്ചുപോയി. ബാക്കിയുള്ളവർ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു. A+B² ആയിട്ട് നോക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് A² മറുഭാഗത്ത് 2AB. എന്നല്ല, നമുക്ക് പ്രേമൊന്നും വേണ്ടത്ര. നമ്മളെ കാലത്തല്ല പ്രേമം ഉണ്ടെങ്കിൽ പറയാൻ ധൈര്യമില്ല. ഉണ്ടോ? കാരണം അത്ര ഹോർമോണും ശക്തി കുറവാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ ഹോർമോൺ ഉണ്ടാവേണ്ടത്? ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാൻ? അതുകൊണ്ട് പ്രേമം വന്നാൽ തന്നെ ആരാദ്യം പറയും ആരാദ്യം പറയും എന്ന് പറഞ്ഞിട്ട് തമ്മാമൽ നോക്കുക എന്നല്ലാണ്ട് പറയാൻ ധൈര്യമില്ല. അടി കിട്ടും പിടിച്ചിട്ട്. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഫോട്ടോഗ്രാഫിൽ കര കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്ന് എഴുതി. രണ്ടും 2 വഴിക്ക് പോയി. വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ഒരു വിവരവും ഇല്ല. പാള കീറിപ്പോയി, മോര് മറിഞ്ഞും പോയി. ഇപ്പൊ ഇതാ നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് ഫേസ്ബുക്കും വാട്സപ്പെല്ലാം ആയപ്പോ പഴയതിനെല്ലാം അന്വേഷിച്ച് പുറപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഘമായിപ്പോ അല്ലേ?